ഒരു വാഹനവുമായിട്ട് എത്തി. അദ്ദേഹത്തിന് വാഹനം എത്തി. അങ്ങനെ അദ്ദേഹം ആ വാഹനത്തിൽ കയറിയാണ് എത്തിയത്. 9 മണി മുതലാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നിയുക്ത കേന്ദ്രമന്ത്രിമാരെ ഫോണിൽ ബന്ധപ്പെട്ട് തുടങ്ങുന്നത്. അതിനുശേഷം ഏകദേശം 1.5 മണിക്കൂറോളം ജോർജ് കുര്യൻ കേരള ഹൗസിൽ ഉണ്ടായിരുന്നെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ സൂചനകളും ആർക്കും നൽകിയിരുന്നില്ല. അങ്ങനെ ആരും അറിയാതെ തിരക്കിനിടയിൽ അദ്ദേഹം കേരള ഹൗസിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് പോയി. അതീവ രഹസ്യ സ്വഭാവത്തിലായിരുന്നു ജോർജ് കുര്യന്റെ യാത്രയയപ്പും. അതുപോലെ പ്രധാനമന്ത്രിയുടെ വസതിയിൽ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഏറ്റവും പിന്നിലായി സ്ഥാനം പിടിച്ചിരുന്ന അദ്ദേഹത്തെ ദൃശ്യങ്ങളിൽ ഒറ്റ നോട്ടത്തിൽ കണ്ടെത്താൻ പോലും സാധിക്കാത്ത രൂപത്തിലായിരുന്നു. സുപ്രീം കോടതി അഭിഭാഷകനായി അദ്ദേഹം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 1980കളിലാണ് ജോർജ് കുര്യൻ BJP-യിൽ ചേരുന്നത്. വിദ്യാർത്ഥി മോർച്ചയിൽ കൂടെയാണ് അദ്ദേഹത്തിന്റെ BJP പ്രവേശം. പിന്നീട് യുവമോർച്ചയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ഉപ അധ്യക്ഷനായി സേവനം ചെയ്തു. O. രാജഗോപാൽ മന്ത്രിയായിരുന്ന സമയത്ത് OSD ആയും ഒക്കെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ പുലി വരുന്നേ എന്ന് പറയുകയും ചെയ്യും. പുലി വരുന്നത് ആരും ഒട്ട് അറിയത്തുമില്ല. ആ ഒരു സാഹചര്യത്തിൽ നിന്നും വ്യത്യസ്തമായി ഒരാളും അറിയാതെയായിരുന്നു ഈ സംഭവം അരങ്ങേറിയത്. ഇപ്പോ മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുന്നത് അജണ്ടയിൽ ഇല്ല എന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. രാജിവെക്കാൻ നീക്കം നടത്തുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളെ അദ്ദേഹം പിന്തള്ളി. അതായത് മാധ്യമങ്ങളാണ് പല വിഷയങ്ങളും പൊലിപ്പിച്ച് കൊണ്ടുവരുന്നത്. സിനിമകൾ പൂർത്തീകരിക്കാനുള്ള ചില ധാരണകൾ നടപ്പാക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം ന്യൂസ് എഡിറ്ററോട് പറയുന്നുണ്ട്. കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് രൂപരേഖ തയ്യാറാക്കി കേന്ദ്ര സർക്കാരിന് നൽകും. സിനിമ തന്റെ പാഷനാണെന്നും പ്രധാനമന്ത്രിക്ക് അത് അറിയാമെന്നും അദ്ദേഹം പറഞ്ഞു. സിനിമകൾ ചെയ്ത് തീർക്കാനുള്ള പദ്ധതികൾ തന്റെ കൈവശമുണ്ട്. അത് തീർക്കുന്നത് സംബന്ധിച്ച് ചില ധാരണകൾ ഉണ്ടാക്കണം. അതല്ലാതെ രാജിവെക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ആലോചനയുമില്ല. നോക്ക്, ഒരാൾ ഗൾഫിൽ നിന്ന് വരുന്ന സമയത്ത് സാധാരണ ചോദിക്കും ഇനി എപ്പോഴാണ് തിരിച്ചു പോകുക എന്ന്. അതുപോലെ സത്യപ്രതിജ്ഞ ചെയ്ത ഉടനെ ഇനി എപ്പോഴാണ് രാജിയെന്നും ക്യാബിനറ്റ് പദവി പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും സഹമന്ത്രി സ്ഥാനമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിന് വന്നതെന്നുമാണ് സുരേഷ് ഗോപി പറഞ്ഞത്. സിനിമകൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി മന്ത്രിപദത്തിൽ നിന്ന് മാറാൻ സുരേഷ് ഗോപി നീക്കം നടത്തുന്നതായിട്ട് ചില റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പ്രചരിച്ചു. ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം ലഭിക്കാതിരുന്നതിൽ അദ്ദേഹത്തിന് അതൃപ്തി ഉണ്ടെന്നും ചില റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിച്ചു. എന്നാൽ ഇത്തരം ഒരു വിഷയത്തെ സംബന്ധിച്ച് തനിക്ക് അറിവ് പോലും ഇല്ല എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. ഇതാണ് നമ്മുടെ നാട്ടിലുള്ള രീതി. അതായത് നുണ ലോകം മുഴുവനും സഞ്ചരിക്കുമ്പോഴേക്കും ഒരുപക്ഷെ സത്യം ചേരിപ്പിടുകയേ ചെയ്തിട്ടുണ്ടാവുള്ളൂ. ഈ സമയത്താണ് നമ്മുടെ ഞാൻ തൃശ്ശൂരിങ്ങ് എടുക്കുവാണ് എന്ന് പറഞ്ഞതുമായി ബന്ധപ്പെട്ട് നിമിഷ സജയൻ ഇവരുമായി ബന്ധപ്പെട്ട് ഇവരെ സൈബർ ആക്രമണം ഭയങ്കരമായിട്ട് നടക്കുന്നു. ഇതിനെ വിമർശിച്ച് സംവിധായകനും നടനുമായ മേജർ രവി രംഗത്ത് വന്നത് നമ്മൾ കണ്ടു. ആ പെൺകുട്ടിയെ ഇങ്ങനെ ആക്രമിക്കാൻ നിങ്ങൾക്ക് വേറെ പണിയില്ലെന്ന് അദ്ദേഹം ചോദിച്ചത്. നിമിഷയ്ക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്നത് സുരേഷ് ഗോപിക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഫേസ്ബുക്ക് ലൈവിലാണ് അദ്ദേഹം ഈ വിഷയം തുറന്നടിച്ചത്. ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം കുറച്ച് ദിവസങ്ങളായിട്ട് കാണുന്ന വലിയൊരു സംഭവമാണ് ഒരു ആർട്ടിസ്റ്റ് നിമിഷയുടെ പേരിലുള്ള ഒരു പോസ്റ്റിനെ വെച്ച് തലങ്ങും വിലങ്ങും ആളുകൾ ആ കുട്ടിയെ മാനസികമായി വളരെയേറെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള കമന്റുകളും പോസ്റ്റുകളും വീഡിയോകളും ഓഡിയോകളും ഒക്കെ ഇട്ടിരിക്കുന്നു. അതൊരു രാഷ്ട്രീയക്കാരിയല്ല, അവരൊരു ആർട്ടിസ്റ്റ് മാത്രമാണ്. അവർക്ക് ഏത് ലെവല് വരെയുള്ള പ്രഷർ എടുക്കാൻ പറ്റുമെന്നത് ആദ്യം നമ്മൾ മനസ്സിലാക്കണമെന്ന് മേജർ രവി പറഞ്ഞു. രാഷ്ട്രീയത്തില് കളിച്ച് വളർന്നിട്ടുള്ള ഒരു കുട്ടിയായിരുന്നെങ്കിൽ ബോൾഡായി നല്ല തൊലിക്കെട്ടിയോടുകൂടി ഏത് തെരുവിളിയെയും നേരിടും. പക്ഷേ മേജർ രവി പറയുന്നത് എനിക്ക് തോന്നുന്നത് ഈ കുട്ടിക്ക് അതൊന്ന് മാനസികമായി എടുക്കാനുള്ള മനോധൈര്യം ഉണ്ടോ എന്നറിയില്ല. കാരണം അവർ രാഷ്ട്രീയക്കാരിയല്ല. അവരേതോ സ്റ്റേജിൽ കയറി നിന്നുകൊണ്ട് ഏതോ ഒരു കാലത്ത് എന്തോ ഒരു കാര്യം സുരേഷ് പറഞ്ഞത് എന്ന രൂപത്തിൽ അവർ പറഞ്ഞു. അതിന് അവര് എതിർ കമന്റ് പറഞ്ഞു. പക്ഷെ അവരെ ആക്രമിക്കുന്നത് ശരിയാണോ? ഇവിടെ ഇരിക്കുന്ന ആളുകളെ സുഖിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും. അതിനെ അങ്ങനെ കണ്ടാ പോരെ എന്നാണ് മേജർ രവി ചോദിക്കുന്നത്. ആ കുട്ടിയെ അറ്റാക്ക് ചെയ്യുന്നത് കാണുമ്പോൾ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്ന് ആലോചിച്ച് വിഷമം തോന്നും. ഞാൻ ഈ കാര്യം ഇവിടെ പറയാൻ കാരണം, ഒരു മുസ്ലിം പെൺകുട്ടി അമിത്ഷായെയും മോദിയെയും പിണറായിയെയും സർവോപരി സ്വതന്ത്ര ഭാരതത്തിന്റെ ജനാധിപത്യത്തെയും വെല്ലുവിളിക്കുന്ന വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരിക്കൽ കൂടി ഡിസ്പ്ലേ ചെയ്തു തരാം. അവിടെ ഇരിക്കട്ടെ. അതിനെതിരെ ആരെങ്കിലും വിമർശിച്ച് നിങ്ങൾ കണ്ടോ?
ആ വീഡിയോ എടുത്ത് ആരെങ്കിലും റിവ്യൂ ചെയ്യുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടാവില്ല. കാരണം എതിർഭാഗത്ത് വരുന്നത് ആരാ? ഒരു പ്രധാനപ്പെട്ട പെട്ടെന്ന് വൈകാരികതകളിൽ റിയാക്ട് ചെയ്യുന്ന ഒരു മതമാണ്. അവരുടെ വികാരം പെട്ടെന്ന് വ്രണപ്പെടുമല്ലോ. അപ്പോ ഈ നിമിഷ സജയൻ എന്ന നടിയെ വളരെ ക്രൂരമായി അധിക്ഷേപിച്ച് സന്തോഷിക്കുന്ന ആളുകൾ ഇത്തരക്കാരെ കാണാത്തത് കൊണ്ടാണോ? അല്ല, ആ പരിപ്പ് ഈ ചട്ടിയിൽ വേവത്തില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ്. സുരേഷ് ഗോപിയുടെ മകൻ പോലും സോഷ്യൽ മീഡിയയിൽ പറഞ്ഞത് നമ്മൾ കേട്ടു. അന്ന് പറഞ്ഞപ്പോൾ വിഷമം ഉണ്ടായിരുന്നു, ഇപ്പൊ ഒരു പ്രശ്നമില്ല, ഞങ്ങളത് വിട്ടു. അവരെ ഇപ്പൊ മാനസികമായി പീഡിപ്പിക്കുന്നതിൽ താല്പര്യമില്ല എന്നും ഞങ്ങൾക്കത് സന്തോഷമില്ലെന്നും ഗോകുല് പറഞ്ഞു. നന്നായി വളർത്തിക്കൊണ്ടുവന്ന ഒരു കുട്ടി എന്ന നിലയിൽ വളരെ പക്വതയോടുകൂടിയാണ് ഗോകുല് സംസാരിച്ചത്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വിടണം. അല്ലാതെ ഒരു പെൺകുട്ടിയുടെ പുറകെ നടന്ന് അറ്റാക്ക് ചെയ്യുക, അവരുടെ സ്വകാര്യതകളെ പോസ്റ്റ്മോർട്ടം ചെയ്യുക, ഡിജിറ്റൽ ക്യാമറയുമായിട്ട് അവരുടെ പിന്നാലെ നടക്കുക, നിനക്കൊന്നും വേറെ പണിയില്ലേ എന്നാണ് മേജർ രവി ചോദിക്കുന്നത്. ആ കുട്ടി വ്യക്തിപരമായി ദേഷ്യത്തിലൊന്നും പറഞ്ഞ കാര്യമല്ല. സ്റ്റേജിൽ കയറി കയ്യടി കിട്ടുന്ന സമയത്ത് വായിൽ തോന്നിയത് മുന്നിൽ കുറെ സദസ്യരുണ്ട്, നമ്മുടെ കയ്യിൽ മയക്കും, സ്വാഭാവികം, അങ്ങനെ ഉണ്ടായതാണ്. ആ കുട്ടി അല്ലാതെ എത്ര പേര് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രായക്കുറവുള്ള ഒരു പെൺകുട്ടിയാണ്. അതുകൊണ്ട് ഒരു മാന്യതയൊക്കെ വെച്ച് വേണ്ടേ നിങ്ങൾ ആ വിഷയത്തോട് പ്രതികരിക്കാൻ എന്ന രൂപത്തിലാണ് നമ്മുടെ മേജർ രവി സംസാരിക്കുന്നത്. ഇപ്പോ മേജർ രവി ആ വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കേണ്ടി വന്നത് നിമിഷ സജയനെ വളരെ മോശമായ രൂപത്തിൽ അധിക്ഷേപിച്ചത് കൊണ്ടാണ്. എന്നാൽ അധിക്ഷേപിക്കേണ്ടതും മറുപടി പറയേണ്ടതും രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്നതുമായ നൂറുകണക്കിന് പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ട് നമ്മുടെ മുമ്പിൽ നടന്നിട്ട് അതിനെതിരെ ആരെങ്കിലും പ്രതികരിക്കുന്നത് നിങ്ങൾ കണ്ടോ? നമുക്കറിയാം, അബ്ദുള്ള മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു കിളവ മുസ്ലിയാർ, ബുദ്ധിമാന്ദ്യം സംഭവിച്ച ഒരു മനുഷ്യൻ, ഒരു പക്ഷേ മതമായിരിക്കും അദ്ദേഹത്തെ ആ രൂപത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവന്നത്. മാഷിദ പി വി എന്ന പെൺകുട്ടി സമർത്ഥമായി പഠിച്ച് നല്ല മാർക്ക് വാങ്ങി ആ പെൺകുട്ടിക്ക് ഒരു അവാർഡ് കൊടുത്ത് അതിനെ അഭിനന്ദിക്കുന്നതിനു വേണ്ടി വേദിയിലേക്ക് വിളിച്ച സമയത്ത് എന്താ പറഞ്ഞത്? സമസ്തയുടെ നിയമം നിനക്കറിയില്ലേ? കേട്ടില്ലേ? നിനക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട് എന്നുള്ള രൂപത്തിലുള്ള പ്രതികരണം നമ്മൾ കണ്ടില്ലേ? ആരെങ്കിലും അതിനെ സംബന്ധിച്ച് സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടോ? അന്തി ചർച്ചകൾ ഉണ്ടായിരുന്നു ആ വിഷയത്തെ സംബന്ധിച്ച്. രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രസംഗം മലപ്പുറത്തെ ഒരു പെൺകുട്ടി ട്രാൻസ്ലേറ്റ് ചെയ്തു. അതുമായി ബന്ധപ്പെട്ട കുടുംബം ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, അതിന് പിന്തുണയുമായി ആരെങ്കിലും വന്നോ? ഇതാണ് നമ്മുടെ നാട്ടിന്റെ ഒരു രീതി. സെലക്റ്റീവായിട്ടുള്ള വിമർശനങ്ങൾ, സെലക്റ്റീവായിട്ടുള്ള പ്രതികരണങ്ങൾ, സെലക്റ്റീവായ വിഷയങ്ങൾ മാത്രമേ അവരെടുത്ത് റിവ്യൂ ചെയ്യൂ. അത് മാത്രമേ അവർ നമ്മുടെ സമൂഹത്തിലേക്ക് കൊണ്ടുവരൂ. പ്രത്യേകിച്ച് വേട്ടക്കാരായി വരുന്ന ആളുകൾ പ്രധാനപ്പെട്ട ഒരു മതത്തിന്റെ വക്താക്കളാണെങ്കിൽ ഈ രൂപത്തിലുള്ള പ്രതികരണം മാത്രമേ ഇവരിൽ നിന്നുണ്ടാകൂ. അപ്പോ ഞാൻ കേൾക്കാത്തവർക്ക് വേണ്ടി ആ പെൺകുട്ടിയുടെ പ്രസംഗം, കാരണം എന്തെന്നറിയാമോ, ഇത് 1000 തവണ നമ്മൾ കേട്ടാലും ശരി പ്രതികരിക്കേണ്ടുന്ന വസ്തുതയാണ്. നിങ്ങൾ പറയും ഇത് 2-3 ദിവസമായിട്ട് തന്നെ കാണുന്നുണ്ടല്ലോ. 2-3 ദിവസമല്ല, ഇതൊരു ആയുഷ്കാലം മുഴുവനും നമ്മുടെ മനസ്സുകളിൽ ഉണ്ടായിക്കോട്ടെ. ഒരുപാട് രാജ്യങ്ങൾ ഇന്ന് ഈ മുസ്ലിം ഭീകരരെ പിടിച്ച് അഭയാർത്ഥികളായി കയറ്റിയതിന്റെ പേരിൽ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നില്ലേ? നമ്മൾ അറിയുന്നില്ലേ അത്തരം പ്രശ്നങ്ങളൊക്കെ? അതെ, നമ്മൾ കാണുന്നുണ്ട്, നമ്മൾ അറിയുന്നുണ്ട്. പക്ഷേ നമ്മൾ നിശബ്ദരാണ്. അപ്പൊ അത് എന്തായിരുന്നാലും കേൾക്കണം. അവര് നമ്മളെയല്ല ഇനി പേടിപ്പിക്കേണ്ടത്. മോഡി അമിത്ഷായും പറഞ്ഞല്ലോ 1 ഇഞ്ച് പോലും പിന്നോട്ടില്ല. ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് പറയാണ്, മോദി ആ പറഞ്ഞ ഇഞ്ചുണ്ടല്ലോ, അമിത്ഷാ നിങ്ങളെ. വളരെ രസകരമായി ഷെരീഫ് AMT എന്ന് പറയുന്ന ആളെ, ഫേക്ക് അല്ല കേട്ടോ, ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. നരകത്തിലെ വിറകുകൊള്ളി ദജ്ജാലിന്റെ സിസ്റ്റർ എന്ന് പറഞ്ഞൊരു ഫോട്ടോ ഇട്ടിരിക്കുന്നു. ഈ ഷെരീഫ് സ്വർഗത്തിൽ പോകുമെന്ന് വല്ല ഉറപ്പുണ്ടോ ഷെരീഫെ? നിനക്കും നിന്റെ ഫാമിലിക്കും അതല്ലെങ്കിൽ മുസ്ലിം നാമധാരികളായ മുഴുവൻ ആളുകൾക്കും സ്വർഗത്തിന്റെ റിസർവേഷൻ ടിക്കറ്റ് എഴുതി തന്നിട്ടുണ്ടോ? പോട്ടെ, ഈ മതത്തിനു വേണ്ടി, ഈ മതത്തിലെ അള്ളാഹുവിനു വേണ്ടി പ്രവാചകൻ ഒരുപാട് പ്രയത്നിച്ചു. ആ പ്രവാചകൻ ഉണ്ടോടാ സ്വർഗം?
ഉണ്ടോ? ഷെരീഫ് പറയാണ് ഉണ്ടെന്ന്. എന്നാ പിന്നെ നിനക്ക് പോയി അങ്ങ് ചത്തൂടെ? കാരണം സ്വർഗത്തിൽ 72 ഹൂറികൾ നിനക്ക് വേണ്ടി കാത്തിരിക്കുവല്ലേടാ. മാറിടം തുടുത്ത 72 പെണ്ണുങ്ങൾ കാത്തിരിക്കുവല്ലേ. എന്നാ പിന്നെ അതിന്റെ പിന്നാലെ അങ്ങ് പോയി നിനക്കൊക്കെ അങ്ങ് ചത്തു തൊലഞ്ഞൂടെ? എന്നാ പിന്നെ ഈ നാട്ടിലെ ബാക്കിയുള്ള ആളുകൾക്കെങ്കിലും സമാധാനം ഉണ്ടാകുമല്ലോ. അപ്പോ ഷെരീഫിന് കിട്ടി എന്ന് ഷെരീഫ് പറയുന്ന ഈ സ്വർഗമുണ്ടല്ലോ, മുഹമ്മദ് നബിക്ക് പോലും കിട്ടിയിട്ടില്ല. ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ എന്നാണ് ഖുർആൻ പറഞ്ഞത്. അല്ലാഹുവും അല്ലാഹുവിന്റെ മലക്കുകളും പ്രവാചകനു വേണ്ടി സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, കാരുണ്യം കൊടുത്തുകൊണ്ടിരിക്കുന്നു.